ഷിരൂരിൽ കാണാതായ അർജുനായി വീണ്ടും തെരച്ചിൽ. ഈശ്വർ മൽപേ സംഘം ഗംഗാവലി പുഴയിലിറങ്ങി. നദിയിൽ അടിയൊഴുക്ക് കുറഞ്ഞെന്ന് കാർവാർ MLA. മുൻകൂർ പണം നൽകാമെന്ന് പറഞ്ഞിട്ടും കേരളം ഡ്രഡ്ജർ എത്തിച്ചില്ലെന്നും ആരോപണം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് ഹൈക്കോടതി. സ്വകാര്യത ലംഘിക്കുമെന്ന വാദം തള്ളി. റിപ്പോർട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമേ പുറത്തുവിടാവൂ എന്നും നിർദ്ദേശം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പഠിച്ചത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ. കൊൽക്കത്തയിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസ് CBIക്ക്. ഉത്തരവ് കൊൽക്കത്ത ഹൈക്കോടതിയുടേത്. പോലീസ് അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്ന് നിരീക്ഷണം. സർക്കാർ ഇരയ്ക്കൊപ്പമല്ലെന്നും വിമർശനം. സംസ്ഥാനത്ത് മഴ കനക്കും. തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മലയോര മേഖലയ്ക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ നിന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. ശരീരഭാഗങ്ങൾ ലഭിച്ചത് തലപ്പാലിയിൽ നിന്നും വെള്ളാർമലയിൽ നിന്നും. കനത്ത മഴയിൽ ചൂരൽമലയിൽ താൽക്കാലിക പാലം മുങ്ങി. ദുരന്ത മേഖല സന്ദർശിച്ച് വിദഗ്ധ സംഘം. ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം രഹസ്യമായി മറവ് ചെയ്തതിൽ നിർണായക മൊഴി. ജനിച്ചപ്പോൾ കുട്ടി കരഞ്ഞതായി അമ്മ ഡോണ പറഞ്ഞെന്ന് ഡോക്ടർ. ഡോണയെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. ഇന്ത്യൻ ഒളിമ്പിക്സ് താരങ്ങൾ പാരീസിൽ നിന്ന് തിരിച്ചെത്തി. ഡൽഹി വിമാനത്താവളത്തിൽ ഉജ്ജ്വല സ്വീകരണം. ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ അന്താരാഷ്ട്ര കായിക കോടതിയുടെ വിധി രാത്രി 9:30. വെള്ളി മെഡൽ പങ്കുവെക്കണമെന്ന ആവശ്യം.